ഈ വർഷം സംസ്ഥാനത്ത് നൈപുണ്യ വാരാഘോഷം സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഈ വർഷം മുതൽ ജൂലൈ 15 ലോക യുവജന നൈപുണ്യ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന തൊഴിലും നൈപുണ്യവും വകുപ്പിന്റെ നേതൃത്വത്തിൽ നൈപുണ്യ വാരാഘോഷം സംഘടിപ്പിക്കുന്നു. സംസ്ഥാന തൊഴിലും നൈപുണ്യവും വകുപ്പിന്റെ സേവനങ്ങൾക്ക് കൂടുതൽ പ്രചാരം നൽകുന്നതിനും സംസ്ഥാനത്തെ നൈപുണ്യ ആവാസ വ്യവസ്ഥ പുനരുജ്ജീവിക്കുന്നതിനും വേണ്ടിയാണ് ഈ വർഷം മുതൽ തുടർച്ചയായി നൈപുണ്യ വാരാഘോഷം സംഘടിപ്പിക്കുന്നത്. നൈപുണ്യ വാരാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ തൊഴിൽ അന്വേഷകർക്കും സംസ്ഥാന നൈപുണ്യ വികസന മിഷൻ മുഖാന്തരം വിവിധ സേവനങ്ങൾ ഒരാഴ്ചക്കാലത്തേക്ക് തികച്ചും സൗജന്യമായി ലഭ്യമാക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വ്യാവസായിക പരിശീലന വകുപ്പ്, എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നിവരുടെ സഹകരണത്തോടെയാണ് നൈപുണ്യ വാരാചരണം സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. യുവജന നൈപുണ്യ ദിനമായി ആചരിക്കുകയാണ്. മനുഷ്യ വിഭവശേഷി പ്രയോജനപ്പെടുത്തി സാമൂഹ്യ സാമ്പത്തിക വളർച്ച നേടുന്നതിൽ മാതൃക സൃഷ്ടിച്ചിട്ടുള്ള സംസ്ഥാനം എന്ന നിലയിൽ ലോക യുവജന നൈപുണ്യ ദിനത്തിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുണ്ട്. ഏകദേശം 40 ലക്ഷത്തോളം വരുന്ന മലയാളി സഹോദരങ്ങൾ ലോകത്തെ ഏതാണ്ട് 182 രാജ്യങ്ങളിലായി തങ്ങളുടെ തൊഴിൽ വൈദഗ്ധ്യം സംഭാവന ചെയ്യുക വഴി ആ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ കഠിനാധ്വാനങ്ങളും കൗശലരും ആത്മസമർപ്പണവും മികച്ച തൊഴിൽ വൈദഗ്ധ്യം ഒത്തുചേർന്നിട്ടുള്ള ജനവിഭാഗം എന്ന ഖ്യാതി നാം ഇതിനോടൊപ്പം നേടിയിട്ടുണ്ട്. ഓസ്ട്രേലിയ, ജർമ്മനി, ഫിൻലാൻഡ് തുടങ്ങിയ ലോകത്തെ ഒട്ടനവധി രാജ്യങ്ങളിലെ മന്ത്രിമാരും നയതന്ത്ര പ്രതിനിധികളും കേരളത്തിൽ നിന്ന് കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ലഭ്യമാക്കുന്നതിനായി നിരന്തരം സംസ്ഥാന സർക്കാരിനെ ബന്ധപ്പെടുന്നുണ്ട്. സംസ്ഥാന തൊഴിലും നൈപുണ്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ 3 വർഷക്കാലം ഇത്തരം നിരവധി ഉന്നതതല രാജ്യാന്തര സംഘങ്ങളുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി നടപടികൾ സ്വീകരിക്കാനായത് ഞാൻ അഭിമാനപൂർവ്വം ഓർക്കുകയാണ്. മാനവ വിഭവശേഷി വികസനത്തിൽ സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക പുരോഗതി നിലനിർത്തുന്നതിൽ നിർണായകമാണ് നിർമ്മിത ബുദ്ധി ഉൾപ്പെടെ നവയുഗ വിവര സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി അനുദിനം മാറുന്ന തൊഴിൽ മേഖലകൾക്കനുസരിച്ച് മാനവ വിഭവശേഷി പരുവപ്പെടുത്തി എടുക്കുക എന്നത് വളരെ ശ്രമകരമായ ഒന്നാണ്. ആഗോളതലത്തിൽ തന്നെ തൊഴിൽ രംഗം അതീവ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നു. ലോകമെമ്പാടും ഒട്ടനവധി പരമ്പരാഗത തൊഴിൽ മേഖലകൾ ഇല്ലാതാവുന്ന നിരവധി പുതിയ തൊഴിൽ മേഖലകൾ ആവിർഭവിക്കുന്നു. 4ാം വ്യവസായ വിപ്ലവം ആവർത്തിത സ്വഭാവമുള്ള തൊഴിൽ പ്രക്രിയകളെ യന്ത്രവൽക്കരിക്കപ്പെടുന്നു. മനുഷ്യ യന്ത്ര കൂട്ടുപ്രവർത്തനം സാർവത്രികമാകുന്നു തുടങ്ങി ലോകത്ത് വിവിധ തൊഴിൽ മേഖലകളിൽ സമൂലമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ തൊഴിൽ രംഗവും അനുദിനം സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് ദേശീയ ശരാശരിയേക്കാൾ മികച്ച എൻറോൾമെൻ്റ് ഉള്ള സംസ്ഥാനമാണ്. അഭ്യസ്ത വിദ്യർക്കിടയിൽ തൊഴിലില്ലായ്മ ദേശീയ ശരാശരിയേക്കാൾ വളരെ ഉയർന്ന നിലവാരത്തിലാണ്. പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ പലതും ലാഭകരമല്ലാതാവുകയും കുറേയൊക്കെ കാലഹരണപ്പെടുകയും ചെയ്തത് മൂലം അസംഘടിത തൊഴിൽ മേഖല വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അതോടൊപ്പം കോവിഡ് പടർന്നു പിടിച്ചതിനെ തുടർന്ന് സ്വദേശത്തേക്ക് മടങ്ങി പ്രവാസികൾ വലിയൊരു വിഭാഗം സ്ഥിര വരുമാനം കാണുന്നതിന് വിഷമിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ഒരു വൈജ്ഞാനിക സമൂഹം എന്ന നിലയിൽ കേരളീയർക്ക് കൂടുതൽ മെച്ചപ്പെട്ടതും സ്ഥിര വരുമാനമുള്ളതുമായ തൊഴിലവസരങ്ങളോടുള്ള വർദ്ധിച്ചു വരുന്ന പ്രതിബദ്ധതയും തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിക്കുന്നതിന് കാരണമാണ്.